ഇന്നത്തെ നമ്മുടെ നോമ്പ് കറി എന്നാണെന്നറിയോ? 2 കഷ്ണം ചേമ്പെടുത്ത് വെച്ചിട്ടുണ്ട്. ചീമച്ചേമ്പ് അല്ലെങ്കിൽ വലിയ ചേമ്പ്, ഓരോ നാട്ടിലും ഓരോ പേരാണ്. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തരച്ച് കറി വെച്ചാലോ? ഈ ചേമ്പ് നമ്മൾ ഉണക്കമീൻ്റെ കൂടെ ഇട്ട് ചാറ് വെക്കും, പച്ചത്തേങ്ങ അരച്ച് കറി വയ്ക്കും, പിന്നെ ഒന്നും ചേർക്കാതെ എന്താ പറയുക, മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മളൊന്ന് കടുക് വറുത്തിട്ടെടുക്കും. അങ്ങനെ ഒരുപാട് രീതിയിൽ വയ്ക്കാം. പക്ഷേ ഇന്ന് ഞാൻ വയ്ക്കുന്നത് ഇച്ചിരി തേങ്ങ ഒന്ന് വറുത്തരച്ചാണ്. നമ്മുടെ മല്ലിമുളകൊക്കെ ഒന്ന് വറുത്ത് അരച്ചിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങളെ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വായോ. ചേമ്പൊക്കെ നമ്മളിതേ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് കഴുകി 2 പച്ചമുളക് അതിനകത്ത് ഇട്ടിട്ടേക്കാവേ. കുറച്ച് കറിവേപ്പില, 2 തക്കാളി ഇടാം. കുറച്ച് വെള്ളം ഒഴിക്കാം, വേകാൻ ആവശ്യത്തിനുള്ള വെള്ളമേ. ഉപ്പിട്ടു, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടിയെ, കാശ്മീരി മുളക് പൊടിയാണ്. ഇത്ര ഒന്ന് ചേർത്തു. ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓൺ ചെയ്യാവേ. ഇനി ഇത് നന്നായിട്ട് വെന്തോട്ടെ. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറക്കണം. 1 മുറി തേങ്ങയാണ്. 1 സ്പൂൺ മല്ലിയാണ് ചേർത്തേക്കുന്നത്, പച്ചമല്ലിയാണ്. ഒരു 4 മുളക്, 4-5 മുളക്, ഒരു പിഞ്ച് പെരിഞ്ചീരകവേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പാൻ ചൂടായപ്പോൾ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങ വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങയൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കൂടെ നാകാണ്ട്. ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തായിരുന്നേ. ഇനി നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് മൂത്തിട്ട് ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിപ്പൊടി ചേർക്കണം. ഓഫ് ചെയ്തിട്ട് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഓൾറെഡി ഞാൻ നേരത്തെ ചേർത്തേ. ഈ സ്പൂണിന് 2 സ്പൂൺ ഇട്ടു, അത് മതി. ചേമ്പ് അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു, ആയിട്ടില്ല. കുറച്ചും കൂടെ ഒന്ന് വെന്തോട്ടെ. എന്താ നമ്മുടെ ചേമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒത്തിരി അങ്ങനെ ഉടഞ്ഞു പോരുത്, കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു കഷ്ണമൊക്കെ പിറക്കി തിന്നണ്ടേ. ഇനി ഇതാ നല്ല പോലെ അരച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കാവേ. ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പും പുളിയൊക്കെ ഉണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊരു കടുക് വറ മാത്രം. നമ്മുടെ ഒരു അടിപൊളി ചേമ്പ് വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നോമ്പുകാലമൊന്നും അല്ലായിരുന്നെങ്കിൽ ഇച്ചിരി ഉണക്കമീനിട്ട് ചാറ് വെക്കുന്നത് ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പോൾ അത് കൂട്ടാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഈ കറി മാത്രം മതി. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ വീഡിയോസൊക്കെ, നമ്മുടെ ഈ കറികളൊക്കെ ഒരുപാട് പേര് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്, നമ്മളെ അത് അറിയിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്. നേരിട്ട് വിളിച്ചും നമ്മുടെ ഒരു സുഹൃത്ത് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ വേണ്ടി തന്നെയാണ്, നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന കറി തന്നെയാണിത്. അല്ലാതെ നിങ്ങളെ ഞാനിത് കാണിക്കാനായിട്ട് ഉണ്ടാക്കുന്നതല്ല. ഞാൻ ഉപയോഗിക്കുന്ന കറി നിങ്ങളെ കാണിച്ചു തരുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റിസോർട്ടിൻ്റെ ഒരു വർക്കിൻ്റെ തിരക്കുണ്ട്. പർച്ചേസും ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഓടി നടക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കമൻറ്റിനും എനിക്ക് മറുപടി തരാനുള്ള സമയം കിട്ടുന്നില്ല. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഒരു മാസം കൂടെ കഴിഞ്ഞാൽ, ഒരു 1.5 മാസത്തിനുള്ളിൽ നമ്മൾ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടിച്ച് പൊളിച്ച് എല്ലാവരും കൂടെ കൂടിയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ നിങ്ങളെ ഓരോ കാര്യങ്ങളും അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.